അനങ്ങിയില്ല. പറ്റിച്ചറ ഇടത്തൊടിഞ്ഞു പോലും. മാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. നിത്യജീവിതത്തിൽ ഓരോ സ്ത്രീകളും പല ചൂഷണങ്ങൾക്കും വിധേയരാണ്. എന്നാൽ സ്വന്തം ഭർത്താവിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കാവലിരുന്നവനാ ഈ പോലീസ് കുട്ടാപ്പി. പിന്നെയാണോ ഈ സീതാമ്മ? പൂച്ചയാർക്ക് പേടി? ഈ കിടക്കണ ശവത്തിനെ പോലും പേടിയില്ലാത്ത എനിക്കാണോ പൂച്ചയെ പേടി? എന്താ ശവനോ? അടുക്കരുത് ശവ, അടുക്കരുത്. ഞാൻ സീതാമ്മയല്ല, ഞാൻ യമുനയാണ്. യമുന. എത്ര മനോഹരമായ ജീവിതമായിരുന്നു എന്റേത്. ഒരിക്കൽ എന്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞു, നമുക്ക് കോട്ട കാണാൻ പോകാമെന്ന്. മനസ്സില്ല മനസ്സോടെയാണെങ്കിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അമ്മുമ്മ മുല്ലാക്കി മുക്കി പറഞ്ഞതാ, പോകണ്ട പോകണ്ട. കോട്ടയൊന്നും കാണാൻ എന്റെ മോൻ പോകണ്ടടി. അതി കയറിയ പിന്നെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല അത്രേ. നല്ല മൊഞ്ചു പോലെ ഇരിക്കുന്ന പെണ്ണിനെ കൊണ്ട് നിന്റെ പിഞ്ചു കുഞ്ഞുകളെയല്ലേ. നിന്നെ നിന്റെ ഭർത്താവിന് എന്താണ് ഭ്രാന്താണോ? ആരൊക്കെ വിളിക്കും. ഞാനിറങ്ങി പുറപ്പെട്ടു. എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടായി ഇറങ്ങി. കൂട്ടിക്കെടുത്തു. മനോഹരമായ ഗസ്റ്റ് ഹൗസ് എടുത്തു. എന്റെ കെട്ടിയോൻ എനിക്ക് കുടിക്കാൻ എന്തോ വാങ്ങിത്തന്നു. അത് കുടിച്ചപ്പോൾ തലയാകെ വല്ലാതെ കറങ്ങുന്നത് പോലെ തോന്നി. എന്നെ ആരോ സ്പർശിച്ചപ്പോൾ, ഹലോ, ദൈവത്തിന്റെ സ്വന്തം നടന്ന് കേട്ടെത്തി ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചരിത്രമുറിഞ്ഞ നടപ്പം, നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ട്രഡീഷൻ, സൗന്ദര്യ സങ്കല്പങ്ങളും ഞങ്ങൾ നവീകരിക്കും. ഞങ്ങളുടെ ഹോട്ടലിലെ മാനേജർ രാംജി റാവ്. உங்க ஹஸ்பண்டுக்கு இன்னட்ட என்ன வேலை பண்றோம், என்ன பிசினஸ் பண்றோம் நாங்க புரிஞ்சிருக்கோமா? வாமா. ஐயோ என்ன வந்து செய்யுதே. வாமா. ஐயோ என்ன வந்து செய்யுதே. வாமா. வாமா. അങ്ങനെ കൈ കെട്ടിയ നായ്ക്കളും കൈ കെട്ടാത്ത നായ്ക്കളും മാറി മാറി കടിച്ചു കീറി. അവസാനം ചോര വാർന്നൊഴുകുന്ന എന്നെ അവർ കഴുത്തിൽ കൊലയിട്ട് മുറുക്കി കടലിലേക്ക് വലിച്ച്. മതി മോളെ, കേട്ടതെല്ലാം മതി. അയ്യോ അങ്ങനെ പറയരുത്. ഒരു സഹായം കൂടി. എന്താ നിനക്ക് വേണ്ടത്? എന്റെ മോളോട് പറയണം, അവളുടെ അച്ഛൻ വിളിച്ചാൽ പോകരുതെന്ന്, ഒരാണ് വന്ന് വിളിച്ചാലും പോകരുതെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ലോകത്ത് എത്രയോ നല്ല ആളുകളുണ്ട്. പക്ഷേ എത്ര കടുകന്മാരുണ്ട്, എത്ര ചെന്നായ്ക്കളുണ്ട്. അത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ മോളോട് മാത്രമല്ല, കണ്ണിൽ കാണുന്ന ഓരോ പെൺകുട്ടിയോടും ഞാൻ പറയും, ഒരു കുടിയുടെ പോയി ചാടരുതെന്ന്. നിനക്കറിയോ, എന്റെ മോളുടെ പേര് യമുന തന്നെയാ. യമുന, യമുന. നിങ്ങളുടെ മോളുടെ പേരും യമുന തന്നെയാണോ? യമുന ഇന്നും അലയടിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു. സൂര്യനെല്ലിയിലൂടെ, ജിഷയിലൂടെ, ഈയിടെ പല ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും. മാറേണ്ടത് ശരിക്കും സ്ത്രീകളുടെ വസ്ത്രധാരണയോ അവരുടെ ഉറക്കെയുള്ള ശബ്ദമോ ആണോ? ഈ നാട്ടിലെ നശിച്ച നിയമമാണ് മാറേണ്ടത്. നന്ദി.